ആ ശക്തിയാണ് ചൈതന്യം. അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മത്തിനെ പറ്റിയാണ് വേദം ചർച്ച ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങൾക്കും അപ്പുറമുള്ളതിനെ പറ്റി വേദം ചർച്ച ചെയ്യുന്നു, ബ്രഹ്മത്തെ പറ്റി. അതുകൊണ്ടാണ് വേദത്തിൽ ചർച്ച ചെയ്യുന്നതും സയൻസ് ചർച്ച ചെയ്യുന്നതും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ സത്യസായി ബാബ പറയുന്നു, എവിടെയാണോ സയൻസ് അവസാനിക്കുന്നത് അവിടെ ആധ്യാത്മികത തുടങ്ങുന്നു. ശരിയല്ലേ? എവിടെയാ സയൻസ് അവസാനിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ എത്തുമ്പോൾ. പിന്നെ പഞ്ചഭൂതങ്ങൾ കഴിഞ്ഞ് അതിന് അപ്പുറത്തുള്ളടത്താണ് ശരിക്കും ആധ്യാത്മികത തുടങ്ങുന്നത്, ആ ബ്രഹ്മത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ സയൻസ് ഇന്നും കണ്ടുപിടിക്കാത്തത് വേദത്തിനറിയാം. അതുപോലെ തന്നെ സയൻസ് അതിന്റെ പരിധി അവസാനിച്ചാലും എന്തുണ്ട്? വേദത്തിലെ അറിവുകൾ നിലനിൽക്കുന്നു. അതായത് സയൻസ് ഉത്ഭവിക്കുന്നതിന് മുമ്പ് വേദമുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥമല്ല, അറിവുണ്ട്, ആ അറിവുകളുണ്ട്. സയൻസിന്റെ ഒറിജിന് മുമ്പ്, ഉത്ഭവത്തിന് മുമ്പ് വേദമുണ്ട്. സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പും ഈ അറിവുകൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് പറയുന്ന പേര്, അതായത് പഞ്ചഭൂതങ്ങൾക്കപ്പുറമുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ദിവ്യം, ഡിവൈൻ, ദിവ്യമായത് എന്ന് പറയും. ഈ ദിവ്യമായതിനെ നമുക്കത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? പഞ്ചഭൂതങ്ങൾക്കപ്പുറമുള്ളതല്ലേ ദിവ്യം. നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ട്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട നമുക്ക് പഞ്ചഭൂതങ്ങൾക്ക് അതീതമായതിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? മനസ്സിലാക്കാൻ സാധിക്കുമോ? നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതായത് നമ്മളുടെ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊണ്ടൊന്നും ദിവ്യമായതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ദിവ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അതാണ് പഠിക്കേണ്ടത്. പഞ്ചഭൂതങ്ങൾക്ക് അതീതമായതിനെ ദിവ്യം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് വേദത്തിലെ പ്രധാനപ്പെട്ട വിഷയം സയൻസ് അല്ല, പക്ഷെ വേദത്തിൽ സയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. വേദത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുകയാണ്, എങ്ങനെയാണോ ഭൂമിക്കുള്ളിൽ അഗ്നിയുള്ളത് അതുപോലെ ഒരമ്മ ഗർഭത്തിൽ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നു. ഈ സയൻസ് ഭൂമിക്കുള്ളിൽ അഗ്നി ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വലിയ കാര്യമായിട്ടില്ല. വേദത്തിന് പണ്ടേ അറിയായിരുന്നു, അല്ലേ? വേദം അനാദിയാണ്, അപൗരുഷയമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോ സയൻസ് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായിട്ട് പറയുന്നവയൊക്കെ വേദത്തിൽ ഉദാഹരണമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇത് അറിയായിരുന്നു. നമുക്ക് കൂടുതൽ അറിയാമെന്ന് നമ്മൾ വിചാരിക്കുന്നത് സ്ത്രീയുടെ ഗർഭമാണ്. അപ്പൊ ഇത്രയും വലിയ അറിവുകൾ പോലും വേദത്തിലുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ സയൻസ് ആണെന്ന് പറയാം. കാരണം ഭൂമിക്കുള്ളിൽ അഗ്നി എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതമാണല്ലോ, ഭൂമി അഗ്നിയൊക്കെ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ ഉൾക്കൊള്ളുന്ന അറിവുകൾ സയൻസ് ആണ്. ഈ സയൻസ് കണ്ടിട്ട്, ഉദാഹരണമായിട്ട് ഉപയോഗിച്ച അറിവ് കണ്ടിട്ട് നമ്മൾ പറയാണ് വേദ സയന്റിഫിക് ആണെന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള നുറുങ്ങ് സയൻസിലെ അറിവ് കണ്ടിട്ട് ഈ വലിയ വലിയ കുറെ അറിവുള്ളവരെന്ന് പറയുന്നവർ പറയും, കണ്ടോ, ഇത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭൂമിക്കുള്ളിൽ അഗ്നി ഉണ്ടെന്ന. നമ്മളുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞതെല്ലാം നമുക്കുള്ള ഉപദേശങ്ങളാണ്. അവര് പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് ആധികാരികമായിട്ട് ഇത് പഠിക്കുക, ധാരാളം സത്സംഗങ്ങൾ കേൾക്കുക. യൂട്യൂബിൽ ധാരാളം ആളുകളുടെ പ്രഭാഷണമുണ്ട്, നിരന്തരമായി കേൾക്കുക, നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അവസാന ശ്വാസം വരെ ഈ സനാതന ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ചന്ദനം തൊടുന്നതിലും കുംഭകുമം തൊടുന്നതിലും അഭിമാനിക്കുക, സന്തോഷമുള്ളവരാകുക. അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടും, സ്കൂളിലേക്ക് പോകാറാകുമ്പോൾ മായ്ച്ചിട്ട് പോകും. എന്നാൽ എവിടെ വേണമെങ്കിലും ടാറ്റു എന്ന് പറയുന്ന അടയാളം കുത്താൻ വലിയ അഭിമാനമാണ്. ചന്ദനം എന്നുള്ള അടയാളം അപമാനവുമായിട്ട് കരുതുന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, ഞാൻ സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കും. ഇങ്ങനെയുള്ള എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിത ശൈലി മാറ്റാതെ ഭഗവാൻ എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുക. കാരണം ജീവിതം അധികം ഇല്ല. മറ്റുള്ളവരെന്തെങ്കിലും വിചാരിക്കുവോ, അവർക്ക് എന്തെങ്കിലും വേദനിക്കുവോ എന്ന് വിചാരിക്കരുത്. ആരെയും വേദനിപ്പിക്കണം എന്നല്ല,
പക്ഷെ നമ്മളുടെ എത്ര അമ്മമാരുണ്ടെങ്കിലും നമ്മുടെ അമ്മ നമ്മൾക്ക് സ്വന്തം അമ്മയാണ്. അതുപോലെ എല്ലാ മതങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അപ്പോൾ ആ ഒരു സനാതന ധർമ്മത്തിൽ ഉറച്ച് അവസാന ശ്വാസം വരെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അത് കൂടുതലാക്കി മനസ്സിലാക്കി തരാനുള്ള ഭക്തി ബുദ്ധി ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.